ിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദൈവത്തിന്റെ ഒരു ശബ്ദം കേൾക്കാം. വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ്. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റിയാണ്. 10ാമത്തെ സീരീസ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. 1 കൊരിന്ത്യർ 13:4 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. ദീർഘമായി ആര് എന്നാ കുറ്റം ചെയ്താലും ക്ഷമിക്കുമെങ്കിൽ അവിടെ ദൈവം നമ്മളോട് ക്ഷമിക്കുകയും ചെയ്യും. ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പേര് കാണിച്ചിട്ടുണ്ട്, ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്. പക്ഷെ ദൈവസ്നേഹം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനമാണ് ദൈവത്തിന്റെ സ്നേഹം. ആ ദൈവസ്നേഹം അകത്തുണ്ടെങ്കിൽ തിരുവചനം പറയുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം അസൂയപ്പെടുന്നില്ല. അടുത്തത് സ്നേഹം അസൂയപ്പെടുന്നില്ല. സ്നേഹം നിഗളിക്കുന്നില്ല. അസൂയയില്ല, നിഗളമില്ല, ക്ഷമിക്കും. അടുത്തത് പുരുഷമായി പെരുമാറുന്നില്ല. ഒരു പെരുമാറ്റ സ്വഭാവമുണ്ട് പലരുടെയും, പല രീതിയിലുള്ള. അങ്ങനെ പെരുമാറത്തില്ല. ദൈവസ്നേഹത്തിന് അവൻ നല്ല പെരുമാറ്റമായിരിക്കും. ഒരിക്കലും എതിർത്ത് നിൽക്കത്തില്ല. ഒരിക്കലും കുറ്റപ്പെടുത്തി ഇയാളുടെ രീതിയിൽ പെരുമാറത്തില്ല. ദേഷ്യപ്പെട്ട് പെരുമാറത്തില്ല. അടുത്തത് അയോഗ്യമായി നടക്കുകയില്ല. അയോഗ്യമായി ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, ദൈവത്തിന് ഏറ്റവും പിണക്കുള്ള കാര്യമാണ് അയോഗ്യമായി നടക്കുക. ഇതിനെ വിവരിക്കേണ്ട കാര്യമില്ല, നല്ലപോലെ നമുക്കറിയാം. ദൈവത്തിന്റെ വചനത്തിനെതിരായി നടക്കുക, അയോഗ്യമായി നടക്കുക. സ്വാർത്ഥത അന്വേഷിക്കുകയില്ല, കോപിക്കുകയില്ല, ദോഷം കണക്കിടുകയില്ല, കോപിക്കത്തില്ല. ഇതൊക്കെ നമുക്ക് ദൈവത്തിന്റെ ആത്മാവിൽ ഇന്ദ്രജയം എന്ന ആത്മാവിന്റെ ഫലത്തിൽ, ഇന്ദ്രജയം എന്നുള്ള ഒരു ഫലമുണ്ട്, ആത്മാവിന്റെ ഫലം. ആ ഫലം അതിനകത്ത് നമുക്ക് പിടിച്ചു നിൽക്കുവാൻ, നിർത്തുവാൻ, ചിലതിനെ എടുത്ത്, ജഡത്തിന്റെ പ്രവൃത്തികളെ എടുത്തു മാറ്റി ആത്മാവിൽ ബലപ്പെടാൻ പറ്റും. ചിലതിനെ മാറ്റി ദൈവസ്നേഹത്തിൽ നിലനിർത്തുവാൻ പറ്റും. ഈ അടുത്ത 6 അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം വഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും പരാജയപ്പെടുകയില്ല. സ്നേഹം ഒരു നാളും പരാജയപ്പെടത്തില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നീങ്ങിപ്പോകും, അറിവോ അത് നശിച്ചു പോകും. സ്നേഹമോ ഒരു നാളും പരാജയപ്പെടത്തില്ല. ദൈവസ്നേഹമുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്നാൽ അവന്റെ പെരുമാറ്റം, അവന്റെ ആ ദൈവസ്നേഹം നമ്മളിലേക്ക് കാണിക്കുന്നതും എല്ലാം വ്യത്യസ്തമായിരിക്കും. ഒരു വ്യക്തിയെ കണ്ടാൽ, അല്ലെ വ്യക്തിയോട് സംസാരിച്ചാൽ അറിയാം ദൈവസ്നേഹമുള്ള ഒരു വ്യക്തിയാണോ അല്ലയോ. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. നമ്മളിലെല്ലാം ദൈവസ്നേഹം വ്യാപരിക്കുന്ന ഒരു വ്യക്തിയായി, ദൈവസ്നേഹമുള്ള ഒരു വ്യക്തിയായി മാറട്ടെ. കൊരിന്ത്യ ലേഖനത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, നമ്മൾ കർത്താവിന്റെ കൂടെ പോകുന്ന സമയം ഇവിടെ വെച്ച് രക്ഷിക്കപ്പെട്ട പിതാപുത്ര പരിശുദ്ധാമത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവസ്നേഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അഭിഷേകം പ്രാപിച്ച്
ദൈവസന്നിധിയിൽ ആ ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാരായിരിക്കുന്ന ആമേൻ സ്തോത്രം ശിഷ്യന്മാരിൽ കൊടുത്ത കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം വരുമ്പോൾ ആ ദൈവത്തിൻ്റെ കൂടെ എടുക്കപ്പെടുമ്പോൾ ആമേൻ ഒന്നേ നമ്മൾ കൊണ്ടുപോകത്തുള്ളൂ, ദൈവസ്നേഹം. ബാക്കിയെല്ലാം ഇവിടെ പ്രവാചകന്മാരുടെ ഒഴുക്ക, ഭയങ്കര ഒഴുക്ക. പക്ഷെ ദൈവവചനം പഠിപ്പിക്കുന്നില്ല, ദൈവവചനം ആമേൻ സ്ഥിരപ്പെടുത്തുന്നില്ല. എല്ലാവർക്കും പ്രവചനം മതി. സ്നേഹം എന്ന് പറഞ്ഞൊരു കാര്യം ആർക്കുമില്ല. ക്ഷമയെന്ന് പറഞ്ഞ കാര്യം ആർക്കുമില്ല. പലരുടെയും പേര് ക്ഷമയെന്നാ, പക്ഷെ ക്ഷമയെന്ന് പറഞ്ഞ കാര്യം ആർക്കുമില്ല. ഇന്ന് നമുക്കൊന്ന് തിരിച്ച് ആമേൻ നോക്കാം. എത്ര പേര് കുറ്റപ്പെടുത്തുന്നവരുണ്ട്, എത്ര പേര് ക്ഷമിക്കാതിരിക്കുന്നവരുണ്ട്. എന്നെയും നിങ്ങളെയും തമ്മിൽ ഒന്ന് ശോധന ചെയ്തത് നോക്കാം. ആരോടൊക്കെ ക്ഷമിക്കാനുണ്ട്? എത്ര ഒരാൾ മിണ്ടിയിട്ടും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ടും അനങ്ങാതിരിക്കുന്ന എത്ര പേരുണ്ട്? എത്ര പേര് ബാക്കിയോട് എത്ര നാൾ മിണ്ടാതിരിക്കും, ക്ഷമിക്കാതിരിക്കും? ദൈവസ്നേഹത്തിൽ പെരുമാറുന്ന എത്ര പേരുണ്ട്? യഥാർത്ഥത്തിൽ ഹൃദയം തുറന്ന് അടുക്കുന്നവരെത്ര? ഒത്തിരി പേര് നമുക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഒത്തിരി പേര് നമ്മളെ നിന്ദിച്ചിട്ടുണ്ട്, ഒത്തിരി പേര് നമ്മുടെ കുടുംബത്തിനെതിരെ നിന്നിട്ടുണ്ട്. ഇന്നും പലരും എതിരെ നിന്നിട്ടുണ്ട്. ഇന്ന് ഈ നമ്മുടെ സീരീസിന്റെ 10ാമത്തെ സീരീസ് ആണ് ഇത്. ലാസ്റ്റ് എടുക്കുന്ന സീരീസ്. ഇതിനകത്ത് ദൈവസ്നേഹത്തിലാണ് ഇന്ന്, ആ സബ്ജക്റ്റിലാണ് ഇന്ന് ഞാൻ നിർത്തുന്നത്. ഈ ദൈവസ്നേഹം ഉള്ളിലില്ലാത്ത, ദൈവസ്നേഹം നമ്മുടെ അകത്തില്ലാത്ത വ്യക്തികളെ ആമേൻ ഫലം കൊണ്ട് നമ്മൾ തിരിച്ചറിയും. ചിലവരുടെ അടുത്ത് നിന്നാൽ അവർ ദേഷ്യപ്പെടും, അവർ നമുക്കെതിരെ സംസാരിക്കും, നമുക്കെതിരെ പ്രവർത്തിക്കും, ഒക്കെ ചെയ്യും. അവരുടെ ഉള്ളിൽ ദൈവസ്നേഹം എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. പല ദൈവദാസന്മാരും ഒത്തിരി ദൈവത്തിന്റെ വേല ചെയ്യുന്നവരുണ്ട്. നമ്മൾ ദൈവത്തിന്റെ ഫലം കണ്ട് ഇവരെ തിരിച്ചറിയാൻ പറ്റും. ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവസ്നേഹത്തിലായിരിക്കട്ടെ. ഇന്നും ഈ വചനം കേൾക്കുന്നവർ ദൈവസ്നേഹത്തിൽ മടങ്ങുക. മറ്റുള്ളവർ ക്ഷമിക്കുകയും പൊറുക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ദൈവസ്നേഹത്തിലായിത്തീരും. ഇവിടെ വെച്ച് നമ്മൾ മരണപ്പെട്ടാൽ, ഇവിടെ വെച്ച് നമ്മൾ മരിച്ചുപോയി കഴിഞ്ഞാൽ വേറൊരിടത്ത് നമ്മുടെ കണ്ണു തുറക്കും ആത്മാവിൽ. ദൈവസ്നേഹമില്ലെങ്കിൽ നമ്മൾ എവിടെ പോയിരിക്കും? രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് ഈ 10ാമത്തെ സീരീസ് കഴിയുമ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തി രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ രക്ഷിക്കപ്പെടാൻ, യേശുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി അകത്ത് സ്വീകരിച്ച് രക്ഷിക്കപ്പെടാൻ, സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അതാണ് യഥാർത്ഥ സ്നാനം. അടുത്തത് ദൈവത്തിന്റെ ആത്മാഭിഷേകം പ്രാപിക്കണം. ഹല്ലേലൂയ. ദൈവത്തോടു കൂടെ വസിക്കണം. ദൈവത്തിന്റെ പെട്ടകമായിരിക്കുന്ന ക്രിസ്തുവിനകത്ത് വസിക്കണം. അപ്പോഴാ ദൈവസ്നേഹം നമ്മളിൽ വ്യാപരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തി ദൈവസ്നേഹത്തിലായിത്തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ആരൊക്കെ ഇത് കേൾക്കുന്നോ ആ ദൈവസ്നേഹത്തിൽ മടങ്ങുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഈ 10ാമത്തെ സീരീസ് കേട്ടോണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും ദൈവസ്നേഹത്തിലായി തീരട്ടെ. ഇതിനകത്ത് രോഗികളായിരിക്കുന്നവരെ ദൈവം സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമാകട്ടെ. കർത്താവേ, ദൈവത്തിന്റെ കൃപാവരങ്ങളിലേക്കാൾ ഏറ്റവും വലുതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലങ്ങൾ. അതിലൊന്നാണ് ദൈവസ്നേഹം. ഈ ദൈവസ്നേഹത്തിൽ എല്ലാവരുമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നവർ, ആമേൻ, ഈ വചനം കേൾക്കുന്നവർ ദൈവസ്നേഹത്തിൽ മടങ്ങി വരട്ടെ. ഈ വചനത്താൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.